എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? ധാരാളമായി നമ്മൾ കേൾക്കാറുള്ള വാക്കാണ് തൗഹീദ് എന്നത് അറബിയിലെ വാക്കാണ്. വഹദ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഏകനാക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. എന്താണ് തൗഹീദ് എന്നതിന്റെ അർത്ഥം? ഏകനാക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ്. ചില ആളുകൾ ചോദിക്കും, ഏകനാക്കുക എന്ന് പറഞ്ഞാൽ നീ ഏകനാക്കിയാലാണോ അള്ളാഹു ഏകനാകുന്നത്? നമ്മൾ ആക്കിയിട്ട് വേണോ? അതല്ല അതിന്റെ അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വം അംഗീകരിക്കലാണ്. നിന്റെ ഹൃദയത്തിൽ നീ അത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം നീ സ്ഥിരപ്പെടുത്തുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. നീ ഏകനാക്കിയില്ലെങ്കിലും നീ ഏകനാക്കിയാലും അള്ളാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഹദാണ്, അവൻ ഏകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തൗഹീദ് എന്ന ഈ പദം തന്നെ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ ചില ആളുകൾ ചോദിക്കും, തൗഹീദ് തൗഹീദ് എന്ന് നിങ്ങൾ പറയും, തൗഹീദ് എന്ന വാക്ക് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന വാക്ക് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅദ്ദബു നാസു മിൻ അഹ്ലി തൗഹീദ് ഫിന്നാർ ഹത്താ യകൂനു ഫീഹാ ഹുമമ. ഹദീസിൽ അഹ്ലു തൗഹീദ്, തൗഹീദിന്റെ ആളുകളിൽപ്പെട്ട ചിലർ, തെറ്റുകൾ തിന്മകൾ ചെയ്ത ചില ആളുകൾ, അവരെ അല്ലാഹു നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. അവർ തിന്മകൾ ചെയ്താൽ, ഹറാമുകൾ വൻപാപങ്ങൾ പ്രവർത്തിച്ചാൽ, അവരുടെ തിന്മകൾ അധികരിച്ചാൽ അവരെ അല്ലാഹു നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. ഹത്താ യകൂനു ഫീഹാ ഹുമമൻ, അങ്ങനെ അവർ നരകത്തിൽ ഈ തീയിൽ കിടന്ന് കരിയുന്നതാണ്, കരിക്കട്ടയായി മാറുന്നതാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.